ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രശസ്ത കവയിത്രി ബിന്ദു കൃഷ്ണന്റെ തൊട്ടാൽ വാടരുത് എന്ന കവിതയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. തൊട്ടാൽ വാടരുത്. ബിന്ദു കൃഷ്ണൻ. തൊട്ടാവാടി നീ എന്താണിങ്ങനെ, ഒന്ന് തലോടാനല്ലേ ഞാൻ അപ്പോഴേക്കും. പെൺകുട്ടി. അടുത്തേക്കു നീണ്ടുവരുന്ന ഓരോ കൈയും ഓരോ ഭീഷണിയാണ്. തഴുകി തഴുകി ഒടുവിൽ അല്ലെങ്കിൽ ആദ്യം തന്നെ അതേ നോക്കാനുള്ളൂ. സ്വപ്നം കാണുന്ന പെൺകുട്ടി. വേണ്ടപ്പോൾ ഉൾവലിയാൻ നീയും പഠിക്കണം. അത്യാവശ്യം മുള്ളുകൾ എപ്പോഴും കരുതി വയ്ക്കണം. എന്നിട്ടും ചില കൈകൾ കയറിയിറങ്ങി പോയാലും പതിയെ പതിയെ വീണ്ടും തല ഉയർത്തി നനുത്ത പാടല പുഷ്പങ്ങളാൽ ലോകത്തെ നോക്കി ചിരിക്കാൻ നീയും ശീലിക്കണം. തൊട്ടാവാടികൾ ആരെയും വിശ്വസിക്കാറില്ല, എന്നേക്കുമായി വാടാറുമില്ല. 1978 തൃശ്ശൂർ ജില്ലയിലാണ് ബിന്ദു കൃഷ്ണൻ ജനിച്ചത്. സമകാലിക മലയാള കവിതയിലെ വേറിട്ടൊരു സ്ത്രീ സാന്നിധ്യമാണ് ബിന്ദു കൃഷ്ണൻ്റേത്. വർത്തമാനകാലത്തെ ബഹുതലസ്പർശിയായ ജീവിത സന്ദർഭങ്ങളുമായി ബിന്ദു കൃഷ്ണൻ്റെ കവിത സംവദിക്കുന്നത് കാണാൻ സാധിക്കും. ബിന്ദു കൃഷ്ണൻ്റെ കവിതകളിൽ തന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു കവിതയാണ് തൊട്ടാൽ വാടരുത് എന്നുള്ളത്. തൊട്ടാൽ വാടിയിലെ പെൺകുട്ടിക്ക് പ്രകൃതി നൽകുന്ന ഒരു പാഠമാണ് ഈ കവിത. തന്നെ തൊടാനായിട്ട് വരുന്ന തൊട്ടാവാടി ചെടിയോട് പെൺകുട്ടി നൽകുന്ന ഒരു ഉപദേശത്തിൻ്റെ രീതിയിൽ, അല്ലെങ്കിൽ പെൺകുട്ടിയോട് തൊട്ടാൽവാടി ചെടി നൽകുന്ന ഒരു ഉപദേശത്തിൻ്റെ രീതിയിലാണ് ഈ കവിത നിർവഹിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. തൊട്ടാവാടി നീ എന്താണിങ്ങനെ, ഒന്ന് തലോടാനല്ലേ ഞാൻ അപ്പോഴേക്കും. അതായത് തൊട്ടാവാടി ചെടിയോട് ഇവിടെ പറയുകയാണ്, തൊട്ടാവാടി ചെടിയെ നമ്മളൊക്കെ തൊടാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോകുമ്പോൾ അത് സ്വയം ഉൾവലിഞ്ഞു പോകുന്നു. അപ്പോൾ ഈ തൊട്ടാവാടി ചെടി എപ്രകാരമാണ് ഉൾവലിഞ്ഞു പോകുന്നത്, അതുകൊണ്ട് ഞാൻ തൊടാൻ വേണ്ടിയല്ലേ അടുത്തേക്ക് വരുന്നത്, അപ്പോഴേക്കും നീ എന്താണിങ്ങനെ സ്വയം ഉൾവലിഞ്ഞു പോകുന്നത് എന്നാണ് ഇവിടെ ആദ്യ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. പെൺകുട്ടി. അടുത്തേക്ക് നീണ്ടുവരുന്ന ഓരോ കൈയും ഓരോ ഭീഷണിയാണ്. അതുകൊണ്ട് തൊട്ടാവാടി ചെടി ഇവിടെ പെൺകുട്ടിയോട് ഉപദേശിക്കുകയാണ്, നിന്റെ അടുത്തേക്ക് വരുന്ന ഓരോ കൈയും ഓരോ ഭീഷണിയാണ്, അതുകൊണ്ട് നീ കരുതിയിരിക്കണം എപ്പോഴും എന്നാണ് തൊട്ടാവാടി ചെടി പെൺകുട്ടിയോട് പറയുന്നത്. തഴുകി തഴുകി ഒടുവിൽ അല്ലെങ്കിൽ ആദ്യം തന്നെ അതേ നോക്കാനുള്ളൂ. ആദ്യം നിന്നെ കുറേ സോപ്പിട്ടുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ്, ആദ്യം നിന്നെ മയക്കി പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്റെ അടുത്തേക്ക് വരുന്ന ഇത്തരത്തിലുള്ള കരങ്ങൾ നിന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് നീയുമായിട്ട് സംവദിക്കും. പക്ഷേ എപ്പോഴും നീ കരുതിയിരിക്കണം, അല്ലെങ്കിൽ ആദ്യം തന്നെ അതേ നോക്കാനുള്ളൂ. ആദ്യം തന്നെ നിന്നെ സ്വയം അടക്കി ഭരിക്കുവാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള കൈകൾക്കുണ്ടായേക്കാം. പക്ഷേ ഇങ്ങനെയുള്ള കൈകൾ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആദ്യം നീ നിന്റെ സുരക്ഷ മുന്നിൽ കാണണം എന്നാണ് ഇവിടെ പെൺകുട്ടിയോട് തൊട്ടാവാടി ചെടി പറയുന്നത്. സ്വപ്നം കാണുന്ന പെൺകുട്ടി. വേണ്ടപ്പോൾ ഉൾവലിയാൻ നീയും പഠിക്കണം. ഇവിടെയുള്ള ഓരോ പെൺകുട്ടിയോടും കവയിത്രി പറയുകയാണ്, സ്വപ്നം കാണുന്ന പെൺകുട്ടി. കാരണം പെൺകുട്ടികൾ അവരുടേതായ മായാലോകത്ത് എപ്പോഴും അവർ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വേണ്ടുന്ന സന്ദർഭങ്ങളിൽ വേണ്ടുന്ന കാര്യങ്ങൾ പോസിറ്റീവ് മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ നിനക്ക് സാധിക്കണം എന്നാണ് ഇവിടെ ഈ വരികളിലൂടെ പറയുന്നത്. അത്യാവശ്യം മുള്ളുകൾ എപ്പോഴും കരുതി വയ്ക്കണം. അതായത് എന്തെങ്കിലും തരത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് അതിനെ എതിർത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്ത് വേണം, മുള്ളുകൾ എപ്പോഴും കയ്യിൽ കരുതി കൊണ്ട് നടക്കണം. മുള്ളുകൾ എന്ന് പറയുന്നത് ഇവിടെ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു സൂചകമാണ്. അപ്പോൾ മുള്ള് എപ്പോഴും കയ്യിൽ കൊണ്ട് നടന്നാൽ മാത്രമേ നമുക്ക് വേണ്ടുന്ന സന്ദർഭങ്ങളിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ മുന്നിൽ വരുന്നുവോ അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ടും ചില കൈകൾ കയറി ഇറങ്ങിപ്പോയാലും പതിയെ പതിയെ വീണ്ടും തലയുയർത്തി നനുത്ത പാടല പുഷ്പങ്ങളാൽ ലോകത്തെ നോക്കി ചിരിക്കാൻ നീയും ശീലിക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെറുത്തുനിൽപ്പിൻ്റെ ഓരോ തന്ത്രങ്ങളും കൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ പോലും ചില കൈകൾ കയറി ഇറങ്ങിപ്പോകാം. ചില കൈകൾ എന്ത് ചെയ്യാം, നിനക്കെതിരെ വീണ്ടും ഭീഷണിയായി കയറി ഇറങ്ങി വന്നേക്കാം. പതിയെ പതിയെ വീണ്ടും തലയുയർത്തി, അങ്ങനെ നിന്റെ നേരെ ഇത്തരത്തിലുള്ള കൈകൾ വരികയാണെങ്കിൽ നീ എന്ത് ചെയ്യണം, നീ വീണ്ടും തലയുയർത്തണം. അല്ലാതെ എപ്പോഴും നീ ഒതുങ്ങിപ്പോകാൻ പാടില്ല, നീ അവിടെ പതറിപ്പോകാൻ പാടില്ല, നീ നിരാശപ്പെടാൻ പാടില്ല. നീ നിരാശപ്പെട്ട് പോയാൽ
എന്താണ്, നിനക്കൊരിക്കലും വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നീ നിരാശപ്പെടാതെ നിൻ്റെ ജീവിതത്തിൽ നീ സ്വയം അമർന്നുകൊണ്ട് നീ ആത്മഹത്യയിലേക്ക് വഴിതിരിഞ്ഞു പോകാതെ നീ സ്വയം ഉയർത്തെഴുന്നേൽക്കണം. നീ തലയുയർത്തി നടക്കണം. തലയുയർത്തി പുഞ്ചിരിച്ചുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ചിന്താഗതിയോടെ മുന്നോട്ടേക്ക് നീങ്ങണം എന്നാണ് ഇവിടെ ഈ വരികളിൽ അർത്ഥമാക്കുന്നത്. തൊട്ടാവാടികൾ ആരെയും വിശ്വസിക്കാറില്ല. കാരണം തൊട്ടാവാടികൾ എന്ത് ചെയ്യാറില്ല? ആരെയും ഒരിക്കലും വിശ്വസിക്കാറില്ല. അതുകൊണ്ടാണ് തൊട്ടാവാടി ചെടിയുടെ അടുത്തേക്ക് നമ്മൾ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തൊട്ടടുത്തുള്ള ഇലയ്ക്കെങ്കിലും ഒരു അനക്കം ഉണ്ടായാൽ അത് എപ്പോഴെന്താണ് ഒന്ന് ഒതുങ്ങിപ്പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ഉയർന്നു വരുന്നു. എന്നേക്കുമായി വാടാറുമില്ല. തൊട്ടാവാടി ചെടി സ്ഥിരമായിട്ട് ഒരു വാട്ടം തൊട്ടാവാടി ചെടിക്കില്ല. കാരണം പെട്ടെന്നുള്ള ആ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ സൂചകമായിട്ട് മാത്രമാണ് തൊട്ടാവാടി ചെടി ഒന്ന് ഒതുങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും തൊട്ടാവാടി ചെടി സ്ഥിരമായിട്ട് വാടിപ്പോകാറില്ല. പക്ഷേ തൊട്ടാവാടി ചെടിയുടെ ആ ഒരു തൽക്കാലത്തേക്കുള്ള ആ ഒരു വാട്ടത്തിൽ നിന്നും അത് പൂർവാധികം ശക്തിയോടെ വിടർന്നു വരികയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഈ ഒരു സമകാലിക ലോകത്തെ എല്ലാ സ്ത്രീകളും, എല്ലാ പെൺകുട്ടികളും അവരവരുടെ നേരെ വരുന്ന ഇത്തരത്തിലുള്ള ഭീഷണിയുടെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് അവയെ ചേർത്ത് തോൽപ്പിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കണം എന്നും അതിജീവനത്തിൻ്റെതായ പാത മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ശാശ്വതമായ ഒരു നിലനിൽപ്പ് ഉള്ളൂ എന്നുള്ളൊരു ഉപദേശവുമാണ് ബിന്ദു കൃഷ്ണൻ്റെ ഈ കവിത മുന്നോട്ട് വെക്കുന്നത്.